ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് 11-ാം തീയതി ശനിയാഴ്ച. അപ്പോൾ സമയം 8:15 ഓൺലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ 2-3-4 റൈഡൊക്കെ ഒരു റൈഡ് എപ്പോഴത്തെ വൈറ്റ് ഹബിലേക്കുള്ളത്. ആളെത്തിക്കാനായിട്ട് 750 മീറ്റർ ഉണ്ടായി. ഇപ്പോൾ അത് 150 എത്താറായിട്ടുണ്ട്. നമുക്ക് പ്രൈസ് 98 അങ്ങനെ എന്തോന്ന് കാണിച്ചത്, നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആ റൈഡ് 3.65 കിലോമീറ്റർ 100 രൂപ റൈഡിന് വൈറ്റ് ഹബിലേക്ക്. വൈറ്റ് ഹബി വന്നുള്ള അവസ്ഥ ഇതാണ്. റൈഡ് അടിക്കാൻ അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ ആയിരിക്കും. കുറച്ച് ഇത് കറങ്ങിപ്പോണ റൈഡാണ്. 3.5 കിലോമീറ്റർ ഇതേ കാണിക്കാം. നമുക്ക് വേറെ വഴി പോയി പോവാം. ഇപ്പം നമ്മൾ ക്യാൻസൽ ചെയ്ത കേസ്. ഞാൻ കറങ്ങി പോവാന്ന് വിചാരിച്ച് അപ്പോഴത്തേക്കും അങ്ങനെ ഈ വഴി കയറിയ എന്ത് ചട്ടിയാന്ന് എടുക്കണം. അടപ്പള്ളി വരെ 119 രൂപ. മോശമാണ്. 6.5 കിലോമീറ്റർ. വായിച്ചൊക്കെ നോക്കട്ടെ. ഈ സാറയുടെ നമ്മുടെ ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷനില്ലേ, അതിൻ്റെ അടുത്തായിട്ടായിരുന്നു. അത് 7.10 കിലോമീറ്റർ ഉണ്ടായി. അതിന് 145 പ്രമോഷൻ റൈഡായിരുന്നു. 45 പ്രമോഷനും ബാക്കി 198 രൂപ ഇത് ക്യാഷ് കസ്റ്റമർ റൈഡ്. അങ്ങനെ ആ റൈഡ് കഴിഞ്ഞ് അതിന് ഇപ്പോൾ വേറെ റൈഡ് അടിച്ചിട്ടുണ്ട്. പിക്ക് ചെയ്യാനായിട്ട് 1.8 കിലോമീറ്റർ. ആളെ പിക്ക് ചെയ്യാൻ പോണേ. ഓമ്പിച്ച് കൈസ് വേറെ കിട്ടിയിരുന്നു. ഇവിടെ നിൽക്കണ്ട് അതുവഴി കപൂറാക്കി നമ്മളെ. വെറുതെ ഇങ്ങാട് ഓടിപ്പടിച്ച് വന്നു. വേറെ റൈഡ് കളഞ്ഞു പൈസ. ഞാനിപ്പോൾ അതേ പള്ളിപ്പടിയുടെ അടുത്താവുള്ള. അപ്പോൾ അതേ പുതിയ റോഡിൽ വേറെ റൈഡ് എടുക്കാൻ 2 റൈഡ്. ഇപ്പോൾ 2 റൈഡോ? 2 റൈഡ് കഴിഞ്ഞെന്നാണ്. അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ പോണേ ഉള്ളൂ. പൈസ ഇപ്പോൾ മറ്റേത് 5 മണിയുടെ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് അവിടെ നിന്ന് ഒരു 400 മീറ്റർ അപ്പുറത്ത് നിന്ന് വേറൊരു റൈഡ് കിട്ടിയായിരുന്നു. അത് നമ്മുടെ അടപ്പള്ളി ജംഗ്ഷനില്ലേ, ജംഗ്ഷൻ്റെ അവിടെ ആയിട്ട്. അത് 2.26 കിലോമീറ്റർ ഉണ്ടായി. 78 രൂപ റൈഡ് കിട്ടി. അതിന് അവിടെ നിന്ന് തന്നെ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇവിടെ പള്ളിപ്പടി എത്തണ്ട, പാലാരിട്ടം പള്ളിപ്പടിയില്ലേ, അതിൻ്റെ അടുത്ത് എത്തണ്ട. അതിൻ്റെ അടുത്തായിട്ട് ഒരു ചർച്ച ഉണ്ടല്ലോ, ആ ചർച്ച വരെ. അത് 3.78 കിലോമീറ്റർ ഉണ്ടായി. അതിന് 105 രൂപ കിട്ടി. അതിന് അവിടെ നിന്ന് അടിച്ചാണ് ഈ റൈഡ്. അത് ഒരു 500 മീറ്റർ ഉണ്ടായി വിളിക്കാനായിട്ട്. അവിടെ നിന്ന് അപ്പോൾ ഈ നമ്മുടെ ജവഹർ നഗർ വരെ കടവന്ത്ര 3.71 കിലോമീറ്റർ. അതിന് 99 രൂപ. അതിൽ 20 രൂപ ടിപ്പാണ് 99 കിട്ടിയത്. ഓക്കെ, സമയം 9:50. ഒരു വട്ടം തീർന്നു. 26 കിലോമീറ്റർ ഒഴിയാമോ. ഇനി അടുത്ത റൈഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല അടിപൊളി മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ. ഇപ്പോൾ ജവഹർ നഗറിൽ നിന്ന് ഒരു റൈഡ് അടിച്ചിട്ടുണ്ട്. 950 മീറ്റർ അളപ്പിക്കാൻ പോ. ഇത് നമ്മുടെ കബൂറാക്കാനുള്ള റൈഡായിരുന്നു. ലൊക്കേഷൻ വേറെ ഇടത്തേക്ക് കൊടുത്തേക്കണം. വേറെ എവിടെയൊക്കെയോ പറയുന്നുണ്ട്. കലിങ്ക് എന്നൊക്കെ പറയുന്നുണ്ട്. കലിങ്ക് എവിടെയെന്ന് എനിക്കറിഞ്ഞൂടാ. കലിങ്ക് അവിടെ ഒരു കലിങ്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റുള്ള ഇത് ആക്കിയത് മാത്രമേ ഉള്ളൂ. ഈ വഴിയല്ല എന്നാണ് പറയണം.
അതിന് റോഡിൻ്റെ വഴി പറഞ്ഞിട്ട് അതും മര്യാദക്ക് പറയാനുള്ള. ഹൈക്കോർട്ടിലായിരുന്നു ആക്കേണ്ടത്. ഇതൊക്കെ നമുക്കെന്ത് കിട്ടാനാണോ? 6 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മേക്ക് ആൻ എക്സ്ട്രാ 0. ഒന്നും ഉണ്ടാകൂല 6 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ. പിന്നെന്ത് ആകും? ഞങ്ങളാണോ? $300. ഓക്കെ പൈസപ്പാ ഒരു റൈഡ് കിട്ടിയാലും പറഞ്ഞായിരുന്നോ? നമ്മുടെ എവിടെ നിന്നാണ് ബിസ്മിയില്ലേ, നമ്മുടെ കടവെന്താ പറയുക, കലൂര് ബിസ്മിയുടെ അങ്ങാട് കൊണ്ടായതിൻ്റെ ബിസ്മിയുടെ അവിടെ നിന്നും കത്രിക്കടവ് ജംഗ്ഷനിൽ നിന്ന് അടുക്കായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് റൈഡ് അടിച്ചായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ ഇവിടം വരെ ചിറ്റൂർ റോഡ് സ്പാറിങ് ലൈഫ് സ്റ്റേ, അങ്ങനെ സ്പാറിങ് എന്ന് പറഞ്ഞ ജിമ്മിൻ്റെ ഇതുണ്ടല്ലോ അവിടം വരെ ആയിട്ട്. അതപ്പോൾ 3.5 കിലോമീറ്റർ ഉണ്ടായി. 102 രൂപ റൈഡ് കിട്ടി. അത് 20 രൂപ ഇപ്പം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ റൈഡ് അങ്ങനെ കിട്ടി. ഇനിയിപ്പോൾ അടുത്ത റൈഡ് നമുക്ക് നോക്കാം. 10:39 കേട്ടോ കഴിഞ്ഞു. അടിപൊളി. ഞാനിപ്പോൾ ഒരു റൈഡൊന്നും എടുത്തപ്പോഴത്തേക്ക് ഓൾറെഡി റൈഡേക്കെന്ന് വെച്ചാൽ അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ ഒന്ന് ഓഫ്ലൈൻ പോയിട്ട് ഓൺലൈൻ വരാമെന്ന് വിചാരിച്ച് പോകാം. അപ്പോൾ ഓഫ്ലൈൻ പോയിട്ട് ഓൺലൈൻ വരാമെന്ന് വിചാരിച്ച് ഓഫ്ലൈൻ പോയപ്പോഴത്തേക്കും അപ്ഡേഷൻ വന്നേക്കണം. വെറുതെ അല്ല റൈഡ്സ് അങ്ങനെ ആദ്യം ഓടിക്കാനാണ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അപ്പോഴത്തേക്കും റാപ്പിഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ റാപ്പിഡോ ഓഫ്ലൈൻ പോയിട്ടാണ് യൂബർ അപ്ഡേറ്റ് ആയി. അപ്പോഴത്തേക്കും യൂബർ ഓൺ ആക്കിയപ്പോൾ തന്നെ റൈഡ് കിട്ടി. അപ്പോൾ അളപ്പിക്കാൻ പോവാം. പൈസ ഇപ്പോൾ ആ റൈഡ് ആകെ 1.5 കിലോമീറ്റർ ഉണ്ട്. അവിടെ 78 രൂപ റൈന് കിട്ടി. നമുക്ക് അടുത്ത റൈഡ് നോക്കാം. ഫോഗിൻ്റെ വിളിച്ചളയണ പോലെ. ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ടുണ്ടല്ലേ. തുണി എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത റൈഡ് വെയിറ്റ് ചെയ്യാം. സമയം 10:52. 4 തവണയാണ് ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചത്. ഇരുവരും നേർക്കുനേർ വന്ന 6 മത്സരങ്ങളിൽ 5ലും ജയിച്ചു കയറിയത് ലമീൻ യമാൽ. ബാഴ്സയ്ക്കെതിരെ 6 ഗോളുകൾ നേടി വ്യക്തിഗത മികവ് തെളിയിക്കാൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റയൽ മാഡ്രിഡിന് ജയമൊതുക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകകപ്പ് സെമി ഫൈനൽ സമയം 12:45. ഞാൻ കുറച്ച് ഫോണിൽ ഒത്തിരി പരിപാടിയൊക്കെ ചെയ്യാനുണ്ടായി. അപ്പോൾ ഇന്ന് പ്രിൻ്റ് എടുക്കാനൊക്കെ പോകണം. അപ്പോൾ അതിന് ഓൺലൈൻ പോയി, ഓഫ്ലൈൻ പോയായിരുന്നു ഞാൻ. അപ്പോൾ അതിന് ഓൺലൈൻ പോയി ഒരു റൈഡ് കിട്ടി. 200 മീറ്റർ ഉണ്ടാവും. തൊട്ടടുത്ത് നിന്ന് പിക്കപ്പ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ എടുത്ത് അതൊരു 3 കിലോമീറ്റർ ഇപ്പോൾ ആക്കാൻ എനിക്ക് റോഡിൻ്റെ ഇവിടെ നമ്മുടെ പത്മയുടെ അടുത്തായിട്ട് 3 കിലോമീറ്റർ ഉണ്ടായി. 78 രൂപ റൈന് കിട്ടി. ഇനി അടുത്ത റൈഡ് നമുക്ക് കലൂരിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അടുത്ത റൈഡ് അങ്ങാടേക്ക് കിട്ടുമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പോയിട്ട് വരാം കടയിൽ. ഗൈസ് അപ്പോൾ കല്ലൂരിത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിന് ഓൺലൈൻ ജംഗ്ഷനിൽ നിന്ന് തന്നെ പോയപ്പോൾ തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ ഒരു റൈഡ് കിട്ടി നമ്മുടെ പനമ്പള്ളി വരലേക്ക്. അത് 4.18 കിലോമീറ്റർ ഉണ്ടായി. അതിന് 78 രൂപ ആ റൈഡിന് കിട്ടിയത്. ഇനിയിപ്പോൾ അടുത്ത റൈഡ് തന്നെ ഇവിടുന്ന് വേറെ അടിച്ചിട്ടുണ്ട് 500 മീറ്റർ ഇപ്പുറത്ത് നിന്ന്. അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ പോണേ. ഗൈസ് അപ്പോൾ പനമ്പള്ളി എന്ന് പറയുന്നത് സെൻട്രൽ സ്ക്വയർ വരെ 3.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 72 രൂപ റൈഡിന്. പക്ഷെ എന്ത് ചട്ടിയാന്ന് നോക്കിയാൽ. സമയം പിന്നെ 2 മണിയായിട്ടാ. 1.5 എടുത്ത റൈഡാണ്. അപ്പോൾ എന്തായാലും ഈ റേറ്റൊക്കെ കാണുള്ളൂ.
ഗൈസ് അപ്പോൾ ഹൈക്കോട്ടല്ല, അതിൻ്റെ മുമ്പായിട്ടുള്ളൊരു സ്ഥലത്തുനിന്ന് നമുക്ക് റൈഡ് ചെയ്യായിരുന്നു. അത് നമ്മുടെ കത്രക്കടവ് പാലത്തിൻ്റെ സൈഡിൽ കൂടി ആ വഴിയുണ്ടല്ലോ, ആ വഴിയായിരുന്നു. അത് 3.47 കിലോമീറ്റർ ഉണ്ടായി. 79 രൂപ ആ റൈഡിന്. പത്തമ്പലത്തെത്തി. ഞാൻ നിർത്താൻ പോണേ. ചാർജൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തോട്ട് ഇത്രേ ഉള്ളൂ. ഇനി വേറെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു. ടോട്ടൽ ഏണിങ്സ് കാണിച്ചു തരാം.